ലാൽ സലാം. പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ മുഴുവൻ ധീര സഖാക്കളെയും വളരെ സ്നേഹോഷ്മളമായി വിപ്ലവ അഭിവാദ്യങ്ങൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നമുക്കറിയാം, നമ്മുടെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ കഴിഞ്ഞ 3 വർഷക്കാലമായി ഒരു നവമാധ്യമ കൂട്ടായ്മയ്ക്ക് തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം വളരെ ഖണ്ഡിതമായി, വളരെ കൃത്യമായി ചെയ്തു വരുന്ന ഒരു അടിയുറച്ച CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ CPIM-ൻ്റെ പ്രവർത്തകരുടെ ഒരുമയുടെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ കൂട്ടായ്മയാണ്. ഇവിടെ നമ്മൾ നിരവധി പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ നിരവധി ക്ലാസ്സുകളും ഒക്കെ കേട്ടവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ എനിക്ക് ആമുഖമായി പറയാനുള്ളത്, ഇതൊരു പ്രഭാഷണമല്ല. ഇത് വെറും ഒരു ചെറിയ എൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കൽ മാത്രമായി സഖാക്കൾ ഇതിനെ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാനം ചെങ്കൊടിയുമേന്തി പോരാടിയ പോർക്കളത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞവർ അഥവാ മരണത്തിലൂടെ ജനിച്ചവർ, നമുക്ക് വഴിവിളക്കായി നമുക്കെന്നും മാർഗദർശനം നൽകുന്ന രക്തസാക്ഷികൾ. രക്തസാക്ഷി അനുസ്മരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഷിക ചടങ്ങല്ല, മറിച്ച് അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ നമ്മൾ എത്രമാത്രം ഉയരത്തിൽ എത്തിക്കും എന്നതിൻ്റെ ഒരു ശപഥമാണ്. ആ ശപഥ പ്രവർത്തനങ്ങളിൽ വഴിക്ക് വെച്ച് നമ്മളെ ചെങ്കൊടി ഏൽപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ മാറി നിൽക്കുന്നവരാണ് രക്തസാക്ഷികൾ. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്, നമ്മൾ ഓർക്കുന്നത്, തലശ്ശേരി പുന്നോൽ എന്ന് പറയുന്ന പ്രദേശത്ത് RSSൻ്റെ കൊലക്കത്തിക്കിരയായി ധീര രക്തസാക്ഷിത്വം വരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വലനായ പ്രവർത്തകൻ ഹരിദാസിൻ്റെ ഓർമ്മയാണ് നമ്മളിവിടെ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ RSSൻ്റെയും മറ്റു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊലക്കത്തി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നമുക്ക് നിരവധി സഖാക്കൾ നഷ്ടമായിട്ടുണ്ട്. ഇപ്പോഴും പലരും അതിൻ്റെ ബാലാരിഷ്ടതകൾ അനുഭവിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഏതൊരു പ്രദേശത്ത് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുവോ ആ മേഖലയിൽ ആസൂത്രിതമായി ആക്രമണമുണ്ടാക്കി ഒരു കലാപകലുഷിത പ്രദേശമാക്കി ആ പ്രദേശത്തെ ഭയപ്പാടിൻ്റെ മേഖല സൃഷ്ടിച്ചുകൊണ്ട് തങ്ങൾക്ക് മേൽക്കോയ്മ ഉണ്ടാക്കി എടുക്കുക എന്നത് സംഘപരിവാർ എല്ലാ മേഖലയിലും സ്ഥിരമായി നടത്തുന്ന അവരുടെ ഒരു രീതിയാണ്. നമുക്കറിയാം, ഇന്ത്യക്കകത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും RSS പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠൂരവും പൈശാചികവുമായ പ്രവർത്തനമാണ് സമാധാനം അന്തരീക്ഷമുള്ള മേഖലകളിൽ കലാപമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ വർഗീയത ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ വംശീയത ഉണ്ടാക്കുക, വിഘടനമുണ്ടാക്കുക, വിഭജനമുണ്ടാക്കുക എന്നുള്ളത്. അത്തരത്തിൽ തലശ്ശേരിയുടെ ന്യൂമാഹിയുടെ എല്ലാം അതിർത്തി പങ്കിടുന്ന, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും ന്യൂമാഹി പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമായ ആച്ചുകുളങ്ങര എന്ന പ്രദേശം, ആ പ്രദേശത്ത് വളരെ കാലമായി RSS സംഘപരിവാറുകൾ അവരുടെ മേൽക്കോയ്മയിൽ എത്തിക്കുവാൻ വേണ്ടി ആസൂത്രിതമായ പല പ്രവർത്തനങ്ങളും നടപ്പാക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള പ്രദേശങ്ങളിലെ ഉത്സവങ്ങൾ തങ്ങളുടെ അക്രമത്തിൻ്റെ മേഖലയാക്കുക, അവിടെ വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ പ്രവർത്തകരെ ആക്രമിച്ച് അതിന് മറുപടി കിട്ടുന്നത് വരെ
കാത്തുനിന്ന് പരസ്പരം ഒരു സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് അടിയും കലാപവും വെട്ടും കുത്തും ബോംബേറും ഉണ്ടാക്കുക എന്നതാണ് അവരുടെ രീതി. അങ്ങനെയാണ് പുന്നോൽ പ്രദേശത്തിൻ്റെ ആച്ചുകുളങ്ങര മേഖലയിലെ ഒരു നാടിൻ്റെ ആകെ മകനും ആ നാടിൻ്റെ ആശ്വാസവും സഹോദരങ്ങൾക്ക് സഹോദരനുമായ ഒരു സഖാവിനെ ഇല്ലാതാക്കാൻ സംഘപരിവാർ വളരെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഹരിദാസ് എന്ന സഖാവിനെ ഇല്ലാതാക്കിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഹരിദാസ് RSSന്റെ കണ്ണിലെ കരടായി മാറിയത്? ഹരിദാസിന് ആരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമുണ്ടായിരുന്നു? ഹരിദാസിനോട് ആർക്കെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമോ മറ്റോ ഏതെങ്കിലും ഇടപെടലുകളോ തടസ്സങ്ങളോ ഉണ്ടായിരുന്നോ? ഇല്ല. നമുക്കറിയാം 1948 ജനുവരി 31 മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നു. അന്ന് മഹാത്മാഗാന്ധിയുടെ മകൻ എന്തിനാണ് തൻ്റെ അച്ഛനെ നിങ്ങൾ വെടിവെച്ച് കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ നാഥുറാം വിനായക് ഗോഡ്സെ പറഞ്ഞത്, എനിക്ക് മഹാത്മാഗാന്ധിയോട് യാതൊരുവിധ വ്യക്തി വൈരാഗ്യവും ഇല്ലായിരുന്നു. പിന്നെ എന്താണ് കൊലയ്ക്ക് കാരണമെന്ന് ചോദിച്ചപ്പോൾ തികച്ചും അത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ തർക്കങ്ങളാണ്, രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയാണ് ആ കൊലപാതകത്തിന് അദ്ദേഹത്തെ കൊല്ലേണ്ടി വന്നത് എന്ന് നാഥുറാം വിനായക് ഗോഡ്സെ തുറന്നു പറഞ്ഞതുപോലെ ഹരിദാസ് എന്ന സഖാവിനോട് ആ പ്രദേശത്തുള്ള RSSകാർക്ക് പോലും വ്യക്തിപരമായി ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഹരിദാസ് ജോലി ചെയ്തിരുന്നത് മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ മത്സ്യ വിൽപ്പനയല്ല, കടലിനകത്ത് പോയി മത്സ്യം സംഭരിച്ചു കൊണ്ടുവന്ന് കരയിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ BJPയുടെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ലീഗിൻ്റെ പ്രവർത്തകരും എല്ലാം ഒരേ വള്ളത്തിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലല്ല, തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഹരിദാസിനെ ഇല്ലാതാക്കിയത് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അദ്ദേഹത്തോട് എന്തുകൊണ്ടാണ് ഹരിദാസിനെ ഇവർ തെരഞ്ഞെടുത്തത്? ഹരിദാസ് ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഷയങ്ങളിലും ഏർപ്പെടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം തൻ്റെ ഒഴിവ് സമയങ്ങൾ തൻ്റെ പാർട്ടിയുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് അജണ്ട എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ നാട്ടുംപുറത്തുകളിൽ ജനങ്ങളിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്, അടിച്ചേൽപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് തൻ്റെ ജനകീയ സ്വാധീനം ഉപയോഗിച്ച്, നമ്മളെപ്പോഴും പറയാറുണ്ട് നേരിൻ്റെ പാതയിലേക്ക്, നേർവഴിയിലേക്ക് അത് തുറന്നു പിടിച്ച കണ്ണാടിയാവണം രാഷ്ട്രീയ പ്രവർത്തനമെന്ന്. അങ്ങനെ അടിയുറച്ച വിശ്വാസത്തോടെ നമുക്കുള്ളിലുള്ള മതനിരപേക്ഷതയെ മുറുകെ പിടിച്ചുകൊണ്ട് ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയും എല്ലാവരും, നമുക്കറിയാം കേരളത്തിൽ ജൂതന്മാരും ജൈനന്മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 3 വിഭാഗങ്ങൾ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, ഈ 3 വിഭാഗങ്ങളും തൻ്റെ സഹോദരങ്ങളാണ്. അവർക്കിടയിൽ യാതൊരു വിഭാഗീയതയും ഉണ്ടാകരുത്, നമ്മളെപ്പോഴും ഒരു കൈയുടെ 5 വിരൽ പോലെ ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. അതിനാൽ ഹരിദാസിനെ ഇല്ലാതാക്കുമ്പോൾ അവിടെ എന്തായാലും ഒരു കലാപം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആസൂത്രിതമായി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് പലതവണ അവർ ഹരിദാസിനെ വകവരുത്താൻ ശ്രമിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സുരേന്ദ്രൻ എന്നാണെന്ന് തോന്നുന്നു പേര്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹരിദാസിനെ ആക്രമിക്കാൻ ചിലരൊക്കെ പദ്ധതിയിടുന്നതായി അറിയുന്നുണ്ട്, അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണം. അപ്പോഴും സഖാവ് പറഞ്ഞത്, നമ്മുടെ ആശയം ജനങ്ങളെ ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഇവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ് എന്നുള്ള രീതിയിലായിരുന്നു ഹരിദാസ്. നമുക്കറിയാം ന്യൂമാഹിയുടെ ഭാഗമായ പുന്നോൽ, ഈ ആച്ചുകുളങ്ങര എന്ന് പറയുന്നത്
നമ്മുടെ CPIM-ന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായ സഖാവ് CH കണാരൻ്റെ ജന്മനാട് കൂടിയാണെങ്കിലും അതിൻ്റെ അടുത്ത പ്രദേശം എന്ന് പറയുന്ന ചെമ്പ്ര, തലശ്ശേരി, ചൊക്ലി, പാനൂര്, മാഹി, കണ്ണൂർ മേഖലയുള്ളവർക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ഒരു മേഖലയാണ് ചെമ്പ്ര. എന്താണ് ചെമ്പ്രയുടെ പ്രത്യേകത? കേരളത്തിനകത്ത്, കണ്ണൂർ ജില്ലക്കകത്ത് എവിടെയെങ്കിലും രാഷ്ട്രീയമായ അക്രമം ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു ഫാമായിരുന്നു. നമ്മൾ പറയില്ലേ കോഴി ഫാം എന്നൊക്കെ പറയുന്ന പോലെ, കോഴി ഫാമിൽ കോഴികളെ വിരിച്ചെടുക്കുന്നത് പോലെ ചെമ്പ്ര പ്രദേശത്തെ ശാഖാപ്രവർത്തനത്തിലൂടെ അക്രമകാരികളെ വളർത്തിയെടുക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു ചെമ്പ്ര. ഇപ്പോഴും അതിന് വലിയ രീതിയിലുള്ള മാറ്റമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. 1999 ഒരു തിരുവോണ നാളിൽ സഖാവ് P. ജയരാജനെ അതിനിഷ്ഠൂരമായി വെട്ടിനുറുക്കി മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഉപേക്ഷിച്ചു പോയ കൊലയാളി സംഘം താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ മേഖല ചെമ്പ്രയായിരുന്നു. അതേ ദിവസം തന്നെ ആറ്റുകുളങ്ങരയിലെ മറ്റൊരു മത്സ്യ വിൽപ്പനക്കാരനായിരുന്ന TV ദാസനെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതും ഇതേ ചെമ്പ്രയിലെ ക്രിമിനൽ നരഭോജികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ KP ജിജേഷ്, കിടാരംകുന്നിലെ പ്രവർത്തകർ, അതുപോലെ തന്നെ ആറ്റുകുളങ്ങരയിലെ പ്രവർത്തകർ, അവരൊക്കെ ഈ RSSന്റെ ഈ ചെമ്പ്ര മേഖലയിൽ തങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും വലിയ രീതിയിൽ ഭയപ്പാടോടുകൂടിയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്ന് നമുക്ക് തലശ്ശേരിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് ഹരിദാസ് ഒരു സുരക്ഷാ കവചം പോലെ തൻ്റെ സുഹൃത്തുക്കളെ രാഷ്ട്രീയമായി ധൈര്യപ്പെടുത്താനും ആശയങ്ങളെ ആയുധമാക്കുവാനും, ആശയങ്ങളെന്ന ആയുധം ധരിച്ചുകൊണ്ട് വർഗീയത എന്ന ഫാസിസം എന്ന തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് കൂടെ നിന്ന് പ്രവർത്തിച്ചിരുന്നത്. അത് RSSനും സംഘപരിവാറിനും വലിയ ഭീഷണിയായിരുന്നു, അല്ലെങ്കിൽ വലിയ തടസ്സമായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഹരിദാസിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത്. അപ്പോൾ അതിന് അവരെന്നും കണ്ടെത്തുന്നത് പോലെ തന്നെ ആ കൊല നടത്തുന്നതിന് കുറച്ച് ദിവസം മുൻപ് ആ പ്രദേശത്തെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്താ അവിടെ പറയാ, അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് എനിക്ക് നാവിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് പ്രശ്നമുണ്ടാക്കി അവിടെ ഒരു സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ എല്ലാവരും തുല്യരായി കാണണമെന്നും എല്ലാ സഹോദരന്മാരെയും ചേർത്ത് നിർത്തണമെന്നുള്ള ആഗ്രഹമുള്ള ഈ ഹരിദാസ് അന്ന് അവിടെ ഇടപെട്ട് അത് സമാധാനം ഉണ്ടാക്കിയതാണ്. എന്നാൽ RSSകാർ അത് മനഃപൂർവ്വം ചെയ്തൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഹരിദാസിനെ കൊലപ്പെടുത്താൻ ഇതൊരു അവസരമാക്കി കണ്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ പ്രശ്നത്തിലെ ആളുകളാണ് കൊലയ്ക്ക് പിന്നിലെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ കൊലയിൽ നിന്നും സംഘപരിവാറിന് രക്ഷപ്പെടാമെന്നാണ് സംഘപരിവാർ പ്ലാൻ ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൽ മത്സ്യബന്ധനം നടത്തിക്കുന്ന തൊഴിലാളിയായ ഹരിദാസ് 2022 ഫെബ്രുവരി 21 പുലർച്ചെ ഏതാണ്ട് ഒരു 1:30 മണിയായപ്പോഴാണ് തൻ്റെ വീട്ടിലേക്ക് തനിക്ക് കിട്ടിയ അന്നത്തെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് മത്സ്യവുമായി വീട്ടിലെത്തിയത്. എല്ലാവർക്കും പ്രിയങ്കരനായ സഖാവ്, എല്ലാവരും സ്നേഹത്തോടെ മാത്രം കണ്ടിരുന്ന ഹരിദാസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ മത്സ്യനൗകയിൽ അല്ലെങ്കിൽ തൻ്റെ മത്സ്യവഞ്ചിയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തിയാൽ അവിടെ 5 യൂണിയൻ്റെ പ്രവർത്തകരുണ്ട്. STU, BMS, AITC, INDC, CITU, ഇങ്ങനെ എല്ലാ മേഖലകളും വളരെയേറെ ഐക്യത്തോടെ സഹോദര സ്നേഹത്തോടെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മേഖലയാണ്. അതുപോലെ മത്സ്യബന്ധനത്തിനും എല്ലാവരും ഒരുമിച്ച് കടലിൽ പോയി ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ താൻ ഉച്ചയ്ക്ക്
താൻ പാചകം ചെയ്ത ഭക്ഷണം കഴിച്ച, അല്ലെങ്കിൽ താൻ ഉച്ചയ്ക്ക് ചോറ് കൊടുത്ത കൈ തന്നെ തൻ്റെ കൊലയാളികൾക്ക് വഴികാട്ടിയായിട്ടുണ്ട് എന്നറിയാതെ സന്തോഷത്തോടെ അന്നത്തെ ജോലിയുടെ ക്ഷീണമെല്ലാം മറന്ന് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനത്തോടെ വീട്ടിലെത്തിയതായിരുന്നു ഹരിദാസ്. അന്ന് തനിക്ക് കിട്ടിയ പങ്ക് മീനും തൻ്റെ പ്രിയധർമ്മിണിയെ സഹധർമ്മിണിക്ക് കൊടുത്ത് ഒന്ന് കൈകാലുകൾ കഴുകാൻ വീടിൻ്റെ പിറകിൽ പോയപ്പോഴാണ് ഇരുട്ടിൽ മറിഞ്ഞിരുന്ന RSS നരഭോജികൾ ആ കുടുംബത്തിൻ്റെ മുന്നിലിട്ട് ആ കുടുംബത്തിൻ്റെ അത്താണിയും നാടിൻ്റെ വിളക്കുമായിരുന്ന സഖാവ് ഹരിദാസിനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ഇരുട്ടിൻ്റെ മറവിൽ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകം വളരെ വികൃതവും പൈശാചികവുമായിരുന്നു. 20-ലധികം വെട്ടുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു വിധത്തിലും ഹരിദാസ് രക്ഷപ്പെട്ടുകൂടാ എന്നുള്ള തിട്ടൂരമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അവരുടെ വെട്ടുകൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം സഖാവ് ഹരിദാസ് ഓടി രക്ഷപ്പെടുന്നതിന് തടസ്സമാകാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ ലക്ഷ്യം വെച്ചായിരുന്നു ഇവർ വെട്ടിയിരുന്നത് എന്നും വലത് കാല് വെട്ടി മാറ്റിയ നിലയിലായിരുന്നു എന്നുമാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20-ലധികം വെട്ടുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു. മാത്രമല്ല ഒരു കാല്, വലത് കാല് തന്നെയാണ് തോന്നുന്നത്, അടുത്തു മാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ, മാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊന്നുമല്ല രാഷ്ട്രീയ ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ആ കേസിലെ RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കുറിച്ചോ അല്ല ചർച്ച നടത്തിയത്. അവർ കണ്ടെത്തിയത് കേസിലെ 7-ാം പ്രതി നിജിൽ ദാസ് പിണറായിയിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതോടുകൂടി അവരങ്ങ് തീർത്തു. ഉറപ്പിച്ചു പറഞ്ഞു, ഈ കൊലയ്ക്ക് പിന്നിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്. CPMന്റെ കോട്ടയായ പിണറായിയിൽ ഒളിവിൽ കഴിയണമെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു മാധ്യമങ്ങളുടെ ചർച്ച. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇതിലെ 1-ാം പ്രതി തലശ്ശേരിയുടെ BJP മണ്ഡലം പ്രസിഡന്റും തലശ്ശേരി നഗരസഭാ കൗൺസിലറുമായ കൊമ്മൽ വയലിലെ ജിജേഷാണ് ഈ കേസിലെ 1-ാം പ്രതിയായി പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ കേസിലെ 7-ാം പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചത് ഇതിനടുത്ത് തന്നെയുള്ള, അതായത് പുന്നോലിൽ തന്നെയുള്ള മാതാ അമൃതാനന്ദമയുടെ പേരിലുള്ള സ്കൂളിലെ ടീച്ചർ. അവർ ശബരിമല പ്രശ്നത്തിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ തൻ്റെ വ്യക്തമായ BJP രാഷ്ട്രീയ ആശയം വെളിവാക്കിയ ടീച്ചർ രേഷ്മ തൻ്റെ ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിൽ ഈ 7-ാം പ്രതി നിജിൽ ദാസിന് ഒളിക്കാൻ ഒരു താവളം ഒരുക്കിയതായിരുന്നു. എന്നാൽ പിണറായിയുടെ വീടിന് സമീപം എന്ന് പറഞ്ഞവർ അത് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയപ്പോൾ ഏതാണ്ട് 1/2 കിലോമീറ്ററിൻ്റെ അപ്പുറത്തുള്ള വീടിനെയാണ് ഇവർ പിണറായിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് വീടാക്കി മാറ്റിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹകളെ, ഇത്തരം വ്യക്തമായ കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് മാധ്യമ സിൻഡിക്കേറ്റ് തങ്ങളുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ തങ്ങളിൽ ഏൽപ്പിച്ച കർത്തവ്യം, കടമ നിറവേറ്റുകയാണ് ചെയ്തത്. എന്നാൽ RSS ആഗ്രഹിച്ചതുപോലെ, സംഘപരിവാർ തീരുമാനിച്ചതുപോലെ സമാധാനം നിലനിൽക്കുന്ന ആ മേഖലയിൽ ഹരിദാസ്, അല്ലെങ്കിൽ അത്തരമൊരു സമാധാനം അന്തരീക്ഷം നിലനിൽക്കുന്ന മേഖലയിൽ ഹരിദാസ് ഉണ്ടായാൽ തങ്ങളുടെ വിഭാഗീയ വിഘടന രാഷ്ട്രീയ പ്രവർത്തനം നടക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ ആസൂത്രിതമായി ഫെബ്രുവരി 21 CPIMന്റെ പതാക ദിനത്തിൽ ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അതിലൂടെ 2 തരത്തിലുള്ള സംഘർഷ സാധ്യതയാണ് BJP മനസ്സിൽ കണ്ടിരുന്നത്. ഒന്ന്, CPIMന്റെ പതാക ദിനത്തിൽ CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകരുടെ ഒരു ഇമോഷണൽ, അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരു പ്രവർത്തകനെ ഇല്ലാതാക്കിയാൽ ഉണ്ടാകുന്ന ആത്മീയ രോഷം, ഇതെല്ലാം ഒരു കലാപത്തിന് സ്കോപ്പായിരുന്നു എന്ന് കണക്കാക്കിയ സ്ഥലത്ത് അതിൻ്റെ ഭാഗമായി സഖാക്കൾ ആരും ഒരു പ്രകോപനം ഉണ്ടാക്കിയില്ല. ഇവരാഗ്രഹിച്ചിരുന്നത്, സഖാവ് കൊടിയേരി പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, വയലിൽ പണിയെടുക്കുന്നവർ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന്. അത് പലപ്പോഴും ഇവരെ എടുത്ത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ വയലിൽ പണിയെടുത്തിട്ടും വരമ്പത്ത് കൂലി കൊടുത്തില്ല, വരമ്പത്ത് കൂലി കിട്ടുമെന്ന ആഗ്രഹവും നടന്നില്ല.
കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കൊലയ്ക്ക് കൊല എന്നുള്ളതല്ല നമ്മുടെ ഉത്തരം. മുൻപ് അങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്. അത് നടക്കരുത്. നമുക്കറിയാം, ഏതൊരാൾ മരിക്കുമ്പോഴും ഏതൊരു ജീവൻ നഷ്ടപ്പെടുമ്പോഴും നഷ്ടം തന്നെയാണ്. അങ്ങനെ ഒരു നഷ്ടത്തിലൂടെയുള്ള മെച്ചം നമുക്ക് വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുത്തതിന് ഭാഗമായി ജനാധിപത്യപരമായി പ്രതികരിക്കാനും വിപ്ലവാത്മകമായി ചിന്തിക്കുവാനും സഖാക്കളെ തയ്യാറെടുപ്പിച്ചതിന്റെ ഭാഗമായി നമുക്ക് നമ്മുടെ സഖാക്കൾ എല്ലാവരും വളരെയേറെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. സംഘപരിവാർ ആഗ്രഹിച്ച വർഗീയ ധ്രുവീകരണമോ വംശീയ ധ്രുവീകരണമോ ഫാസിസ്റ്റ് നയങ്ങളോ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തോടും കേന്ദ്രം അഥവാ യൂണിയൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭാരതം എന്ന ഒരു അരി തൃശ്ശൂരിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ ആകെ അരിയിൽ സംഘപരിവാർ സംഘം മണ്ണ് വാരിയിടുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതെ, നമുക്ക് തളരാതെ തകരാതെ കേരളത്തെ നമുക്ക് മുന്നോട്ട് കാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 29 രൂപയുടെ ഭാരതരി തൃശ്ശൂരിൽ വിതരണം ചെയ്യുന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വലിയ വാർത്ത. പല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും പതിവ് പോലെ അത് സംസ്ഥാന പൊതുവിതരണ ശൃംഖലയേക്കാൾ രുചിയുള്ള അരിയായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിവിധതരം ട്രോളുകളൊക്കെ അതിനെക്കുറിച്ച് വരുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പക്ഷം. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? 941 ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ, ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നതാണ് നമ്മുടെ കേരളം. അവിടെ ആകെ 14,173 റേഷൻ ഷാപ്പുകൾ, അതുവഴി 95 ലക്ഷം അടുക്കളയിലേക്കാണ് അക്ഷരാർത്ഥത്തിൽ റേഷൻ സംവിധാനം എത്തേണ്ടത്. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് അത്ഭുതമാണ് കേരളത്തിൻ്റെ ഈ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ശൃംഖല. കോവിഡ് കാലത്ത് തൻ്റെ കുടുംബത്തിൻ്റെ അവകാശം കൈപ്പറ്റാൻ സർക്കാരിൻ്റെ കിറ്റും റേഷനും വാങ്ങാൻ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പന്തളം സുധാകരൻ അദ്ദേഹത്തിൻ്റെ റേഷൻ ഷോപ്പിൽ വരി നിന്ന കാഴ്ച കേരളം അഭിമാനത്തോടെ ചർച്ച ചെയ്തതാണ്. വിശപ്പും പട്ടിണിയും അകറ്റി കേരളത്തിൻ്റെ ജീവൻ്റെ തുടിപ്പുകൾക്ക് കാവലായ ആ റേഷൻ ശൃംഖലയുടെ കടവേര അറുത്തുമാറ്റാനുള്ള ശ്രമമാണ് ഭാരതരി എന്ന പേരിൽ കേന്ദ്രം യൂണിയൻ സർക്കാർ നടത്തുന്നത്. ആകെ 95 ലക്ഷം വരും കേരളത്തിൻ്റെ റേഷൻ കാർഡ് ഉടമകൾ. അതിൽ തന്നെ BPL എന്ന ദാരിദ്ര്യ പരിധിയിലെ അർഹരുടെ പട്ടിക ഒഴിവാക്കിയാൽ തന്നെ ഏതാണ്ട് 52.5 ലക്ഷം വരും നമ്മുടെ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ, അഥവാ വെള്ളക്കാർഡും നീലക്കാർഡുമുള്ളവർ. അവർക്കുള്ള അരിവിഹിതം യൂണിയൻ ഗവൺമെൻറ് മുന്നേ തന്നെ നിർത്തലാക്കിയിരുന്നു. അപ്പോഴും പക്ഷേ കേരളം അത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് വഴി സർക്കാർ ഏജൻസികൾ മുഖാന്തരം FCI ലേലത്തിൽ സംഭരിച്ച് അത് നമ്മുടെ സംസ്ഥാനത്തെ പാവങ്ങളായ സാധാരണക്കാരായ ആളുകൾക്ക് 4 രൂപയ്ക്കും, അതായത് നീല കാർഡുകാർക്ക് 4 രൂപയ്ക്കും വെള്ള കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിലും റേഷൻ കടകൾ വഴി നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? തൊട്ട് മുൻപ് ഒക്ടോബർ അവസാനത്തോടെ സർക്കാരുകൾക്കോ അതുപോലെ തന്നെ സർക്കാർ ഏജൻസികൾക്കോ ഇത്തരം ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തെ യൂണിയൻ ഗവൺമെൻറ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും തടസ്സപ്പെടുത്തുമ്പോഴും സ്വകാര്യ ഏജൻസികൾക്ക് വലിയ രീതിയിലുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഫലം കേരളത്തിലെ 52 ലക്ഷം അല്ലെങ്കിൽ 52 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് വഴി 4 രൂപയ്ക്കും 10 രൂപ 90 പൈസയ്ക്കും ലഭിക്കേണ്ട അരി 29 രൂപ നിരക്കിൽ കേന്ദ്ര ഭണ്ഡാരി, നാസ്ഫെഡ് മുതലായവർ വന്ന് തൃശ്ശൂർ ജംഗ്ഷനിൽ നിന്ന് നേരിട്ട് കച്ചവടം ചെയ്യും എന്ന നിലയിലെത്തി. അതായത് കേരളത്തിൻ്റെ ഏറ്റവും സുശക്തമായ പൊതുവിതരണ ശൃംഖലയെ തകർത്ത് തരിപ്പണമാക്കണം. റേഷൻ കാർഡ് ഉടമകളായ 52 ലക്ഷം കുടുംബങ്ങളുടെ അടുക്കള പൂട്ടിക്കണം. മാത്രമല്ല, ഇതുവഴി കേരളം അരിവില എന്നത് 4 രൂപ 10 രൂപ 90 പൈസ നിരക്കിൽ റേഷൻ കടയിലും അതുപോലെ തന്നെ 24 രൂപ നിരക്കിൽ
സപ്ലൈകോ വഴി നടത്തിയിരുന്ന വില നിയന്ത്രണം അവസാനിപ്പിച്ച് മുഴുവൻ മലയാളികളുടെയും അടുക്കളകളെ കൊള്ളയ്ക്ക് വിട്ടുകൊടുക്കുക കൂടിയാണ് സംഭവിക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കണക്കിലും ഇന്ത്യയിലെ വിലക്കയറ്റം ദേശീയ ശരാശരിയിലും കുറഞ്ഞ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. വിലക്കയറ്റം പിടിച്ചു നിർത്തിയ ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ നിലനിർത്തിയത് റേഷൻ കടകൾ മുതൽ സിവിൽ സപ്ലൈസ് വരെ നീണ്ടു നിവർന്ന കേരളത്തിൻ്റെ പൊതുവിതരണ ശൃംഖലയുടെ കരുത്താണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് കേരളം വിപണിയിലെ വില നിയന്ത്രിച്ചിരുന്നത്. നിങ്ങളറിയോ, നമ്മുടെ എന്താ പറയുക, ഇതാ സ്റ്റേറ്റ്സ് വിത്ത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന തലക്കെട്ടിന് കീഴെ രാജ്യം ഈ കാലത്തും അഭിമാനത്തോടെ അത്ഭുതത്തോടെ ചർച്ച ചെയ്ത പേരും നമ്മുടെ കേരളത്തിൻ്റെതായിരുന്നു. ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് നമുക്കറിയാം, അരി മാത്രമല്ല, അരിയും പച്ചക്കറിയും പല വ്യഞ്ജനങ്ങളും മുട്ടയും പാലുമടക്കമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താനായത്? അവിടെയാണ് കൃത്യമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടൽ നമ്മൾ കണ്ടത്. വിപണിയിലെ പൊതു ഇടപെടൽ എന്ന നമ്മുടെ പഞ്ചായത്തിലെ റേഷൻ ഷോപ്പുകൾ മുതൽ സപ്ലൈകോ വരെ നീണ്ടെത്തി പടർന്നു കിടക്കുന്ന കേരളത്തിൻ്റെ സർക്കാർ, ആ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ പ്രസക്തി താഴെ ഭൂമിയിൽ മാത്രമല്ല ഇന്ത്യൻ ആകാശത്തോളം വളരുന്നത് അവിടെയാണ്. അരിയുടെ പേര് ഭാരതമെന്നാക്കിയാലും അതുവഴി കേരളത്തിൻ്റെ അടുപ്പിൽ തീ പുകയാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് യൂണിയൻ ഗവൺമെൻറ് വഴി സംഘപരിവാർ വ്യക്തമാക്കുന്നത്. ഇത്തരം ക്രൂരതകൾക്ക് മുൻപിൽ നമുക്ക് തകരാതെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരിക്കൽ കർഷക ദ്രോഹ ബില്ലിനെതിരെ കർഷകർ ഐതിഹാസികമായ സമരം പ്രഖ്യാപിച്ച് 1 വർഷത്തോളം സമരം നടത്തി. അന്ന് ആ സമരത്തിൻ്റെ ഭാഗമായി 700ഓളം ആളുകൾ മരണപ്പെട്ടു. അന്ന് അവസാനം ഗത്യന്തരമില്ലാതെ പോരാട്ടത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ബോധ്യപ്പെടലുണ്ടായപ്പോൾ സന്ധി എന്ന കരാറ് വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ ഏറ്റു എന്നുള്ള ചൊല്ലിട്ടുകൊണ്ട് ആ സമരം പിൻവലിപ്പിച്ചു. എന്നാൽ പിന്നീട് കഴിഞ്ഞ 2 വർഷക്കാലവും അല്ലെങ്കിൽ ആ സമരം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കാലം വരെയും അവരോട് നീതി പുലർത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം നീതിയുക്തമായ ഒരു ഇടപെടലുകൾ നടത്താതെ യൂണിയൻ സർക്കാർ ഇപ്പോഴും കർഷകരെ വീണ്ടും സമരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായി രണ്ടാമതും പ്രഖ്യാപിച്ച സമരത്തിൻ്റെ ഭാഗമായി ഇന്നലെ മിനിഞ്ഞാന്നൊരാൾ 2 രക്തസാക്ഷികളുണ്ടായി. അവർ അറ്റാക്ക് വന്ന് മരണപ്പെട്ടവരല്ല, കണ്ണീർ വാതക ശെല്ലുകൾ തലയിലടക്കം ഇട്ടുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയതാണ്. അപ്പോൾ എല്ലാ മേഖലയിലെയും ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നേരായ പാതയിലൂടെ ഒരു സമരത്തെയും നേരിടാൻ സംഘപരിവാറിന് കഴിയില്ല എന്നുള്ളതിൻ്റെ ഭാഗമായി അക്രമത്തിലൂടെ അമർച്ച ചെയ്യാമെന്നുള്ള ഒരു ത്വരയാണ് അവരെന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2002 ഗുജറാത്ത് കലാപമായാലും 2023 കാലഘട്ടത്തിലെ മണിപ്പൂർ വംശീയ കലാപമായാലും 92 ബാബറി മസ്ജിദ് തകർത്തതായാലും എല്ലാം അക്രമത്തിലൂടെ പാഷാണത്തിലെ കൃമികൾ എന്ന് പറഞ്ഞതുപോലെ വളരാൻ മാത്രമേ സംഘപരിവാറിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിനെതിരെ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം നയിക്കുമ്പോൾ ഇത്തരം ക്രൂരതകൾക്ക് മുൻപിൽ നമുക്ക് തകരാതെ നമ്മുടെ കേരളത്തെ കാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നാട് പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്ക് മുന്നിൽ വഴിവിളക്കായി തെളിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ നാട് പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മളിപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സഖാവ് ഹരിദാസിനെ പോലെ, സിയാദിനെ പോലെ, അതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയുള്ള KP ജിജേഷിനെ പോലെ, ഹക്ക് മിദ്രാജിനെ പോലെ, ഇങ്ങനെ നിരവധി സഖാക്കൾ നമുക്ക് കാണിച്ചെന്ന പോരാട്ട മാർഗത്തിൽ നമുക്ക് മുന്നേറേണ്ടതുണ്ട്. അതിന് അവർ നമ്മളെ ഏൽപ്പിച്ച ചെങ്കൊടിയുമേന്തി നമ്മൾ മുന്നേറുമ്പോൾ, ഇന്നലെ സച്ചിദാനന്ദൻ സഖാവിൻ്റെ ഒരു വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ നമ്മുടെ
ഗോവിന്ദ് പൻസാര അനുസ്മരണത്തിൽ പറഞ്ഞതുപോലെ അവർ മരണത്തിലൂടെ കടന്നുപോയവരല്ല, അവർ മരണത്തിലൂടെ ജനിച്ചവരാണ്. അവർ നമുക്ക് മുൻപിൽ വഴിവിളക്കായി എന്നും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ അവരുടെ ഓരോ രക്തസാക്ഷികളുടെയും ഓർമ്മകൾ നമുക്ക് കരുത്തും കാവലും ഊർജവുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ രക്തസാക്ഷികളുടെ സഖാവ് ഹരിദാസിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപിടി രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്നു നമ്മുടെ ഏവരുടെയും ഹൃദയപക്ഷമായ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയുടെ മേൽ കമ്മിറ്റി അംഗങ്ങളായ സഖാവ് ഗിരീഷ് എടപ്പാൾ, കലാം വാലയിൽ സഖാവ്, അതുപോലെ തന്നെ മധു സഖാവ്, ഈ ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരി ബാലൻ മേലയം സഖാവ്, സെക്രട്ടറി KP രാജൻ സഖാവ്, ജോയിൻറ്റ് സെക്രട്ടറി മുഹമ്മദ് കുട്ടി ആചാര്യ സഖാവ്, പ്രസിഡന്റ് പ്രദീപ് മണലൂർ സഖാവ്, മറ്റു അഡ്മിൻ പാനൽ സഖാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഏവരുടെയും പ്രിയരിൽ പ്രിയങ്കരായ എൻ്റെ കൂടപ്പിറപ്പുകളായ മുഴുവൻ സഖാക്കൾക്കും ഈ വേളയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നിങ്ങൾക്കെൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം സഖാക്കളെ, വിപ്ലവം വിജയിക്കട്ടെ, വർഗീയതയും ഫാസിസവും തുലയട്ടെ.